മലപ്പുറം കിഴിശ്ശേരിയിൽ മോഷണശ്രമം ആരോപിച്ച് പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ 2 പേർ പിടിയിലായി. കിഴിശ്ശേരി സ്വദേശി മുഹമ്മദ് ആഷിഖ്, ആദിൽ അഹമ്മദ് എന്നിവരാണ് പിടിയിലായത്. സമീർ ബിൻ കരീമുണ്ട് മലപ്പുറത്തുനിന്ന്. സമീർ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഇന്നലെ പുലർച്ചെയാണ് ഈ സംഭവങ്ങൾക്ക് തുടക്കമുണ്ടാകുന്നത്. 17 വയസ്സുള്ള 2 കുട്ടികൾ ഈ നിലവിൽ അറസ്റ്റിലായിരിക്കുന്ന ഇവരുടെ കടയിലേക്ക് പുലർച്ചെ 2:30 മണിയോടെ എത്തുന്നു എന്നാണ് പോലീസ് പറയുന്നത്. പിന്നാലെ ഇവർ കടക്ക് അകത്ത് ഉണ്ടായിരുന്നു. കാരണം സ്ഥിരമായി കടയിൽ മോഷണം നടത്തുന്നത് മൂലം ഇവർ മോഷ്ടാക്കളെ പിടിക്കാൻ വേണ്ടി കടക്കകത്ത് ഒളിച്ചിരിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് ഈ കുട്ടികൾ എത്തി എന്നുള്ളതാണ് പോലീസിന് പ്രതികൾ നൽകിയിരിക്കുന്ന മൊഴി. അതിന് പിന്നാലെ ഈ കുട്ടികൾ മോഷ്ടിക്കാനാണ് എത്തിയതെന്ന് ആരോപിച്ചുകൊണ്ട് ഇവരെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കമ്പി വടി കൊണ്ടും ഒപ്പം തന്നെ മരക്കഷ്ണം കൊണ്ടും ഉൾപ്പെടെ വിദ്യാർത്ഥികളെ ക്രൂരമായി മർദ്ദിച്ചു. രാവിലെ 6 മണി വരെ അതിക്രൂരമായി മർദ്ദിച്ചു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതിന് പിന്നാലെ പ്രതികൾ കുട്ടികളെ പോലീസിന് തന്നെ കൈമാറുകയായിരുന്നു. കുട്ടികൾ ഇത്തരത്തിൽ മോഷണത്തിന് ശ്രമം നടത്തി എന്നുള്ളത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരാതി പറഞ്ഞുകൊണ്ടാണ് ഈ പോലീസിന് ഈ കുട്ടികളെ കൈമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെ പോലീസും ഇത് ക്രൂരമായ മർദ്ദനമാണ് നടന്നതെന്ന് കണക്കാക്കിക്കൊണ്ട് പ്രതികളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. കിഴിശ്ശേരി സ്വദേശികളായിരിക്കുന്ന മുഹമ്മദ് ആഷിഖ് 25 വയസ്സാണ്, ആദിൽ അഹമ്മദ് 23 വയസ്സ്. അങ്ങനെ ഈ 2 പേരെയും പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ക്രൂരമായ മർദ്ദനം ഉൾപ്പെടെ നടന്നതുകൊണ്ട് കൊലപാതക ശ്രമം ഉൾപ്പെടെ ചേർത്തുകൊണ്ടാണ് പോലീസ് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കുട്ടികളെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് മുൻപിലും പോലീസ് ഹാജരാക്കുമെന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇന്നലെ പുലർച്ചയോട് കൂടിയാണ് ഈ ദാരുണമായ സംഭവം നടന്നിട്ടുള്ളത്. ഈ നിലവിൽ അറസ്റ്റിലായ പ്രതികൾ പറയുന്നത് ഈ സ്ഥിരമായി കടയിൽ മോഷണം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് തങ്ങൾ കടക്കകത്ത് മോഷ്ടാവിനെ അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കാൻ എത്തുകയാണെങ്കിൽ അവരെ കാത്തുനിന്നത് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾ വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും പ്രതികളെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ശരി സമീർ ബിൻ കരീമാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.